നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ എങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടാക്കാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കണം കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്താ ഒരു മാറ്റം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് ടോയ്ലറ്റ് ക്ലീനർ ആണ്. അപ്പൊ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്ലാസ്, അതുപോലെ തന്നെ മാസ്ക്, ഗ്ലൗസ് ഇതെല്ലാം ഇതെല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ നോർമലി വീഡിയോ ചെയ്യുമ്പോൾ മാസ്ക് അങ്ങനത്തൊന്നും വെക്കാറൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ക്ലീനിങ് പ്രോഡക്റ്റ്, ഇത് ടോയ്ലറ്റ് ക്ലീനർ, ഇത് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഗ്ലാസും മാസ്കും ഒക്കെ നമ്മൾ ധരിക്കണം. അല്ലെങ്കിൽ ഇത് കെമിക്കൽ ആസിഡ് വെച്ചിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമുക്ക് നേരം കളയാണ്ട് വേഗം തന്നെ തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 25 ലിറ്റർ ആണ് കേട്ടോ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിലേക്കുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഷോപ്പിലുള്ള 2 കിറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കിറ്റില് ഇതിൽ വന്നിട്ടുള്ളത് ആസിഡ് തിക്നർ വന്നിട്ടുണ്ട്, കളർ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആസിഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ നമ്മൾ ആസിഡ് തിക്നർ എടുത്തിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കളർ എടുത്തിട്ടുണ്ട്, പിന്നെ HCl ആസിഡ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. 25 ലിറ്റർ എടുക്കണ കാരണം കൊണ്ട് തന്നെ നമ്മൾ 5 ലിറ്റർ ആസിഡ് ആണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള 19 ലിറ്റർ വെള്ളമാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. നോർമൽ വാട്ടർ ആണ് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്യില്ല. നമ്മൾ ടോയ്ലറ്റ് ക്ലീനറിൽ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാസ്കും അതുപോലെ തന്നെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മള് ആദ്യം തന്നെ ചേർക്കുന്നത് ആസിഡ് തിക്നർ ആണ് കേട്ടോ. അപ്പോ ആസിഡ് തിക്നർ നമ്മള് ഈ 19 ലിറ്റർ വെള്ളത്തിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മള് ആസിഡ് തിക്നർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ വാട്ടറിൽ തിക്നർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ആസിഡ് ഒഴിക്കുമ്പോൾ നല്ലതുപോലെ പുകഞ്ഞു വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആസിഡ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആസിഡ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് ആസിഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കളർ കേട്ടോ. അപ്പൊ നമുക്ക് ടോയ്ലറ്റ് ക്ലീനറിന് സെപ്പറേറ്റ് കളറാണ്. നമ്മൾ സാധാ ആഡ് ചെയ്യുന്ന കളറില്ല കേട്ടോ. ഇതിനൊരു പ്രത്യേക തരം കളറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ആ കളറ് ഇതിൽ മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാം. 1 ലിറ്ററിന്റെയും 1/2 ലിറ്ററിന്റെയും ബോട്ടിൽസിലേക്കാണ് കേട്ടോ നമ്മൾ മാറ്റുന്നത്. നമുക്ക് ഇത്രയും തിക്നെസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്നെസ് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് വാട്ടർ ചേർക്കുന്നത് കുറച്ചാൽ മതിയാവും കേട്ടോ. പക്ഷെ ഇത്രയും തിക്നെസ് മതിയാവും. നമുക്ക് കൂടുതൽ തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിക്നെസ് നമുക്കിപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ലാബെല്ലാം കൂടി ഒട്ടിച്ചു കൊടുത്താൽ പണി കഴിഞ്ഞു. നമ്മൾ വേറെ എക്സ്ട്രാ സ്മെല്ലൊന്നും ഇതിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല.
അപ്പൊ നമ്മളെല്ലാം ബോട്ടിൽസിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കുള്ള ഇന്നർ ക്യാപ്പാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ഇന്നർ ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ലീക്കേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നർ ക്യാപ്പുകൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാത്തിനും ഇന്നർ ക്യാപ്പുകൾ വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ 1 ലിറ്ററിന്റെയും അതുപോലെ തന്നെ 1/2 ലിറ്ററിന്റെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കിറ്റ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കില്ല കേട്ടോ. ഇതിന് ആസിഡായ കാരണം കൊണ്ട് നമുക്ക് കൊറിയർ വഴി അയച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറിന്റെ കിറ്റ് കൊടുക്കുന്നത്. ബാക്കി എല്ലാ കിറ്റും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷെ ടോയ്ലറ്റ് ക്ലീനറിന്റെ കിറ്റ് മാത്രം നമ്മൾ അയച്ചു തരില്ല കേട്ടോ, അയക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ബാക്കി നമ്മുടെ ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, അതുപോലെ തന്നെ ഫിനോയിൽ, അതിൻ്റെയൊക്കെ കിറ്റ് നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ടോയ്ലറ്റ് ക്ലീനർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും. പക്ഷെ ടോയ്ലറ്റ് ക്ലീനറിന്റെ കിറ്റ് ആരും ചോദിക്കരുത്, നമുക്ക് അയച്ചു തരാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ വീഡിയോ കണ്ടിട്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് മേടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ മെയിനായിട്ട് പറയുന്നതാണ്, നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ നമുക്കായിട്ടുള്ള വരുമാനം നമ്മൾ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ടോയ്ലറ്റ് ക്ലീനർ ആർക്കെങ്കിലും ബൾക്കായിട്ട് വേണമെച്ചെങ്കിലോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് വേണമെച്ചെങ്കിലോ ഒക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമുക്കിതിന് ഇന്നർ ക്യാപ്പ് എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റ് ഫ്ലിപ്പ് ക്യാപ്പ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫ്ലിപ്പ് ക്യാപ്പ് നമ്മൾ എല്ലാത്തിനും ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മുടെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ. 1 ലിറ്ററിന്റെയും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ. ഇത് 1 ലിറ്ററിന്റെ സ്റ്റിക്കറാണ് കേട്ടോ. അപ്പൊ ഇനി സ്റ്റിക്കർ ഒട്ടിക്കാണ്. നമുക്ക് സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. സ്റ്റിക്കർ ഒട്ടിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ, നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം. ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിക്കർ ഒട്ടിക്കുക. അപ്പൊ നമ്മള് 1/2 ലിറ്റർ അമ്മയ്ക്കുള്ളത് കൂടി ഒട്ടിക്കാണ്. ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മൊത്തമായിട്ട് നമുക്ക് ഒട്ടിച്ചതിന് ശേഷം കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ എങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടാക്കാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കണം കേട്ടോ. അപ്പോ നമ്മുടെ ഷോപ്പിൽ വരുന്നവർക്ക് ഇതിന്റെ കിറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. കൊറിയർ ചെയ്തില്ല എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പൊ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള കിറ്റുകളൊക്കെ നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതാണ്. ഇത് ആസിഡൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് നമ്മുടെ കിറ്റ് മേടിച്ച് കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമന്റ് ഇടാം കേട്ടോ. അപ്പൊ നല്ലൊരു വീഡിയോ കാണാം. ബൈ.